Physical properties of amines. അമീൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കേണ്ടത്, ചെറിയ അമീനുകൾ ലോവർ ആലിഫാറ്റിക് അമീൻസ് ആർ കളർലെസ് ഗ്യാസസ്. വളരെ ചെറിയ കുറച്ച് കാർബണാറ്റുള്ള അമീനുകൾ ലോവർ ആലിഫാറ്റിക് അമീൻസ് ആർ കളർലെസ് ഗ്യാസസ്. പിന്നെ കാർബണാറ്റം 3 മുതൽ 11 വരെയുള്ള അമീനുകൾ ലിക്വിഡ്സ് ആണ്. അതായത് കാർബൺ 1 മുതൽ 2 വരെയുള്ള അമീനുകൾ ഗ്യാസസ്. കാർബൺ 3 മുതൽ 11 വരെയുള്ളവർ ലിക്വിഡ്സ്. പിന്നെ അതിനേക്കാളും കൂടുതൽ കാർബൺ ഉള്ളതൊക്കെ സോളിഡ്സ് ആണ്. സോളിഡ് അതായത് ലോവർ ആലിഫാറ്റിക് അമീൻസ് ആർ ഗ്യാസസ്. കാർബണാറ്റം 3 to 11 ആണെങ്കിൽ ലിക്വിഡ്സ്, ഗ്രേറ്റർ ദാൻ 11 ആണെങ്കിൽ സോളിഡ്സ്. ഓക്കെ. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അമീൻ്റെ ബോയിലിംഗ് പോയിന്റുകളെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. നമുക്ക് അമീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമോണിയയുടെ ഡെറിവേറ്റീവാണ്. അമോണിയയിൽ ഏത് ബോണ്ട് ഉണ്ട്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. അതായത് നോർമൽ ഹൈഡ്രോ കാർബണുകളെ കമ്പയർ ചെയ്യുമ്പോൾ അമീൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. നോർമൽ ഹൈഡ്രോ കാർബണുകൾ എടുക്കുക, ഈഥൈൻ, മീഥൈൻ, പ്രൊപ്പൈനൊക്കെ എടുക്കുമ്പോൾ മെത്താനമീൻ, എത്താനമീൻ, പ്രൊപ്പാനമീൻ്റെ ഒക്കെ കേസിൽ എന്താണ് ബോയിലിംഗ് പോയിന്റ് കൂടും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതേസമയം ഇപ്പോൾ ആൽക്കഹോള്, കാർബോക്സിലിക് ആസിഡ് ഇവരെ എടുക്കുകയാണെങ്കിൽ, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അമീൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് കുറച്ച് വീക്കാണ്. അപ്പോൾ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അമീൻ്റെ കേസിൽ വീക്ക് ഹൈഡ്രജൻ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോർമൽ ഹൈഡ്രോ കാർബണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് amines show high boiling point. When compared with alcohol, carboxylic acid, etc., they have high or strong hydrogen bonding. അവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അമീൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ്? അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ. പിന്നെ വേറെ നമുക്ക് പറയാനുള്ളത് സോലുബിലിറ്റിയാണ്. സോലുബിലിറ്റി. ഇനി അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോഴേ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പം ടെർഷറി അമീൻ നമുക്കറിയാം R3N എന്നുള്ള ഫോമാണ്. അവിടെ NH2 ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്തില്ല? ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. അപ്പോൾ ടെർഷറി അമീൻ്റെ കേസിൽ പ്രൈമറി സെക്കൻഡറി അമീനുകളെക്കാളും ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ടെർഷറി അമീനിൽ എന്തില്ല? ഹൈഡ്രജൻ ബോണ്ട് പ്രസൻ്റ് അല്ല. ഇനി സോലുബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലോവർ ആലിഫാറ്റിക് അമീൻസ്, ചെറിയ അമീനുകളൊക്കെ ആർ സോലുബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ. ഇപ്പോൾ ലോവർ ആലിഫാറ്റിക് അമീൻസ്, ഒരു കാർബണും 2 കാർബണാറ്റൊക്കെ ഉള്ള ചെറിയ അമീനുകൾ, അവരൊക്കെ എന്താണ്? വാട്ടറിൽ സോലുബിൾ ആണ്. കാരണം അവിടെ എന്തുണ്ട്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ മോളിക്യൂൾ. വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ്, വലിയ അമീനായിട്ട് മാറാം. മോളിക്കുലാർ മാസ് ഇങ്ങനെ കൂടുമ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ് സോലുബിലിറ്റി ഓഫ് അമീൻ ഇൻ വാട്ടർ ഡിക്രീസസ്. അമീൻ്റെ വാട്ടറിലുള്ള സോലുബിലിറ്റി എന്ത് ചെയ്യും? കുറയും. പിന്നെ ആരോമാറ്റിക് അമീൻസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. അനിലിൻ പോലെയുള്ള ആരോമാറ്റിക് അമീനുകളൊക്കെ എന്താണ്? വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, ബട്ട് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ് ലൈക്ക് ആൽക്കഹോൾ, ഈതർ, ബെൻസീൻ, എക്സെട്ര. അപ്പോൾ അനിലിൻ പോലെയുള്ള ആരോമാറ്റിക് അമീനുകൾ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, പക്ഷേ എവിടെ സോലുബിൾ ആണ്? ഓർഗാനിക് സോൾവൻ്റായ ആൽക്കഹോള്, ബെൻസീൻ, ഈതർ തുടങ്ങിയവയിൽ സോലുബിളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബോയിലിംഗ് പോയിന്റ് കൂടണമെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കണം. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ തന്നെയാണ് എന്ത് ചെയ്യുക? സോലുബിലിറ്റിയും കൂടാം. ഓക്കെ. ഇതാണ്. പിന്നെ അമീൻ്റെ സ്മെല്ല്
ഫിഷി സ്മെൽ എന്നുള്ളതാണ്. ഫിഷി ഓർ അമോണിയാക്കൽ സ്മെൽ. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അമീൻ്റെ സ്മെല്ല് മീനിൻ്റെ സ്മെല്ലാണെന്ന് പറയാൻ പറ്റും. ഫിഷി ഓർ അമോണിയാക്കൽ സ്മെല്ലാണ് അമീനിന് ഉണ്ടായിരിക്കുക. കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക അമീൻ്റെ ബേസിക് ക്യാരക്ടറിനെ പറ്റിയാണ്. ബേസിക് ക്യാരക്ടർ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ക്യാരക്ടറിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം അമീൻ എന്ന് പറഞ്ഞാൽ അമോണിയയുടെ ഡെറിവേറ്റീവാണ് അല്ലേ. അമീൻ എന്താണ്? അമോണിയയുടെ ഡെറിവേറ്റീവാണ് അമീൻസ്. അപ്പോൾ അമീൻസിൻ്റെ കേസിൽ അമീൻസ് ഹാവ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അമോണിയയിൽ നൈട്രജനിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അമീനിൽ എന്തുണ്ടാവും? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആളുകളെ നമ്മൾ ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക. ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലൂയിസ് ബേസ്. അപ്പോൾ അമോണിയ ബേസിക് ആണ്. എന്തുകൊണ്ടാണ്? അമോണിയയിൽ നൈട്രജനിൽ ആരുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുക ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക. സോ ദെർഫോർ അമീൻസ് ആർ സ്ട്രോങ് ബേസസ്. അതുകൊണ്ട് അമീൻ എന്താണ്? നല്ല ബേസാണ്. അമോണിയ നല്ല ബേസാണ്. അമോണിയ ബേസ് ആയതുകൊണ്ട് അമീനും പൊതുവെ ബേസിക് സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് സപ്പോസ് ഒരു അമീൻ എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു പ്രൈമറി അമീനാണ് RNH2. ഇതിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി വെള്ളം ചേർത്തു. ഹൈഡ്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കോമ്പൗണ്ടിൽ വെള്ളം ചേർത്താൽ അത് OH- തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ വിളിക്കുക? ബേസിക് എന്നാണ് വിളിക്കുക. അപ്പോൾ RNH2 + H2O. അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് RNH3+ പ്ലസ് OH- ആണ്. RNH3+ പ്ലസ് OH-. അങ്ങനെ OH- തരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനെ, ഈ അമീനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? അമീൻ ബേസിക് ആണെന്ന് പറയാൻ പറ്റും. അമോണിയ ബേസിക് ആണ്. അതേ റീസൺ കൊണ്ട് തന്നെ എന്താണ്? അമീൻ ബേസിക് ആണ്. കാരണം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നൈട്രജനിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരെ നമ്മൾ ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക. ഇനി ഈ അമീൻസ് എന്തുകൊണ്ട് സ്ട്രോങ്ങർ ബേസായി? അമീൻ എന്തുകൊണ്ട് സ്ട്രോങ്ങർ ബേസായി നോക്കുമ്പോൾ അമീൻ്റെ ബേസിസിറ്റി കോൺസ്റ്റൻറ്റ് KB = നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ബേസിസിറ്റി കോൺസ്റ്റൻറ്റ് കാണല്ലേ? പണ്ട് ഇക്വലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് RNH3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് RNH2. ബേസിസിറ്റി കോൺസ്റ്റൻറ്റ് KB. ഈ KBക്ക് ലാർജർ വാല്യൂ ആണുള്ളത്. KBയുടെ വാല്യൂ വളരെ കൂടുതലാണ് കിട്ടുന്നത്. സോ അമീൻ ഒരു സ്ട്രോങ്ങർ ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ലാർജസ്റ്റ് വാല്യൂ ഓഫ് KB ഇൻഡിക്കേറ്റ്സ് അമീൻ ആസ് എ സ്ട്രോങ് ബേസ്. അമീൻ എന്തായിട്ട് എടുക്കുന്നു? ഒരു സ്ട്രോങ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കാം. ഇനി നമ്മളവിടെ നോക്കേണ്ടത് അമീനിൽ തന്നെ പ്രൈമറി അമീനും സെക്കൻഡറി അമീൻ, ടെർഷറി അമീൻ, ആരോമാറ്റിക് അമീൻ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ബേസിസിറ്റിയുടെ ഓർഡർ എന്തായിരിക്കും? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിസിറ്റിയുടെ ഓർഡർ നമുക്ക് എങ്ങനെ കാണാം? അപ്പോൾ നമ്മൾ എടുക്കുന്നത് ആലിഫാറ്റിക് അമീൻ. അതും അമോണിയയും തമ്മിലുള്ള ബേസിസിറ്റിയുടെ ഓർഡറിലൊരു വ്യത്യാസം നോക്കാം. ചെറിയൊരു ഹെഡിങ് കൊടുക്കാം. ആൽക്കൈൽ അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസ്. ആൽക്കൈൽ അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസ് ദാൻ അമോണിയ. ആൽക്കൈൽ അമീൻ അമോണിയയെക്കാളും സ്ട്രോങ്ങർ ബേസ് ആണ്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അമോണിയയിൽ എന്തുണ്ട്? നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അവർ വിട്ടുകൊടുക്കും.
അമീനിലും നൈട്രജനിലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് പ്രോട്ടോണേഷന് വേണ്ടി അവൈലബിൾ ആക്കും. അതുകൊണ്ട് അതൊക്കെ ബേസ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അമോണിയേക്കാളും സ്ട്രോങ്ങർ ബേസ് ആയിട്ട് അമീൻ വന്നു? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, CH3NH2 അല്ല, ഇറ്റ് ഈസ് എ പ്രൈമറി അമീൻ. CH3 twice NH secondary amine. CH3 thrice N tertiary amine. ഈ 3 അമീനും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ നൈട്രജനായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് ആരാ? ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്ത എക്സാമ്പിളിൽ മീഥൈൽ ഗ്രൂപ്പാണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്താണ്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ അവർ പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്നവരാണ്. പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്നവരാണ് ആര്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ. അപ്പം ഇവിടെ ഒരു CH3, അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോൺ പെയറിനെ റിലീസ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? നൈട്രജന് കൊടുക്കും. നൈട്രജനിൽ ആൾറെഡി എന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. ഇപ്പോൾ CH3 ഒരു ലോൺ പെയറാണ് കൊടുക്കുക വിചാരിക്കുക, അപ്പോൾ 2 ലോൺ പെയറായി. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ പറ്റും. കൂടുതൽ ഇല്ല, ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ 2 ലോൺ പെയറായി. അപ്പോൾ സാധാരണ ഒരു അമോണിയേക്കാളും കൂടുതൽ ലോൺ പെയർ ഇപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ കൂടുതൽ ഇലക്ട്രോണ് വിട്ടുകൊടുക്കാൻ പറ്റുമ്പോൾ അത് മോർ ബേസിക് ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ കേസ് എടുക്കാം. ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇപ്പം നൈട്രജനിൽ ആൾറെഡി ഒരു ലോൺ പെയർ ഉണ്ട് വിചാരിക്കാം. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണെ കൊടുത്തു. രണ്ടാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് അടുത്ത ലോൺ പെയറിനും കൊടുത്തു. അപ്പോൾ അവൈലബിൾ ആയ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഈ നൈട്രജനിൽ കൂടുതലായി. അങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മോർ ബേസിക് ആയിട്ട് മാറും. ഇവിടെ എടുക്കുകയാണെങ്കിലോ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അമീനുകൾ ഗ്യാസിയസ് ഫേസിൽ അമീനെ കൺസിഡർ ചെയ്യുമ്പോൾ, ഗ്യാസിയസ് ഫേസിലുള്ള കേസ് എടുക്കുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് അമീൻ്റെ ബേസിസിറ്റി നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് ആരാ വരിക? കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ടെർഷറി അമീനിലല്ലേ. അപ്പോൾ കൂടുതൽ ബേസിസിറ്റി കാണിക്കുക CH3 thrice N. ഇതിനാണ് മോർ ബേസിക്. കാരണം കൂടുതൽ ഇലക്ട്രോൺ പെയറിന് നൈട്രജനിലേക്ക് അവൈലബിൾ ആവും. എന്തിനു വേണ്ടി? റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മോർ ബേസിക് ആയിട്ട് മാറും. ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കും സെക്കൻഡറി അമീൻ്റെ കേസിൽ. അത് CH3 twice NH. CH3 twice NH. ഈ കൂട്ടത്തിൽ ബേസിസിറ്റി ഏറ്റവും കുറവായിരിക്കാണ് CH3NH2 പ്രൈമറി അമീൻ. CH3NH2 പ്രൈമറി അമീൻ. ഇനി നമ്മൾ അമോണിയ എടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവാണായിരിക്കും വരിക, അമോണിയക്ക് വരും. ഗ്യാസിയസ് ഫേസിലാണ് ഈ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി അതേസമയം നമ്മൾ അക്വസ് സൊല്യൂഷനിലുള്ള അമീൻ എടുത്തു എന്ന് വിചാരിക്കാം. അത് അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻ എടുക്കുകയാണെങ്കിൽ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസിയസ് ഫേസിൽ മോർ ബേസിക് ടെർഷറി, അതിനേക്കാളും കുറവ് സെക്കൻഡറി, അതിനേക്കാളും കുറവ് പ്രൈമറി. അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റിന് പുറമെ സോൾവേഷൻ എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ് തുടങ്ങിയ മറ്റു ചില ഫാക്ടറുകളും കൂടെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബേസിസിറ്റിയുടെ ഓർഡറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അക്വസ് സൊല്യൂഷൻ്റെ കേസിൽ ഓർഡറിൽ ഇങ്ങനെയാണ് വ്യത്യാസം വരിക. അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിസിറ്റി കാണിക്കുക ടെർഷറി അമീനാണ്. CH3 twice NH. അതിനേക്കാളും കാണിക്കുക പ്രൈമറി അമീൻ CH3NH2. അതിനേക്കാളും അല്ലേ ഏറ്റവും കൂടുതൽ ഇത്, അതിനേക്കാളും കുറവ് ഇത്, ഏറ്റവും കുറവ്
ടെർഷറി അമീൻ CH3 ത്രൈസ് N. കാരണം അക്വസ് സൊല്യൂഷനിൽ ഈ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് മാത്രമല്ല ഉള്ളത്, സോൾവേഷൻ എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ ഗ്രൂപ്പുകൾ, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ തന്നെയാണ് സ്റ്റെറിക് എഫക്റ്റ് കൂടുക. പിന്നെ സോൾവേഷൻ എഫക്റ്റ് ഉണ്ടാവും. ഈ സോൾവേഷൻ എഫക്റ്റ് ഒക്കെ എടുക്കുമ്പോഴേ ടെർഷറി അമീൻ്റെ കേസിൽ ആരില്ല? ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ? ഉണ്ടാവില്ല. കാരണം NH എന്ന് കാണാനില്ലല്ലോ. ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ സോൾവേഷൻ എഫക്റ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ആരെടുക്കാം? ടെർഷറി അമീൻ എടുക്കാം. ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ട് ടെർഷറി അമീൻ. പിന്നെ സോൾവേഷൻ എഫക്റ്റും പിന്നെ സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുതൽ. ഇത് രണ്ടും കൂടെ നോക്കിയപ്പോൾ പിന്നെ മോർ ബേസിക് ആയിട്ട് ആര് വന്നു? CH3 twice NH വന്നു. ഇവിടത്തേക്കാളും സ്റ്റെറിക് എഫക്റ്റ്, അതായത് ഒപ്പമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം അത് കുറച്ച് കുറവാണ് ആർക്ക്? പ്രൈമറി അമീൻ്റെ കേസിൽ. അപ്പോൾ ഇതിനേക്കാളും ഇങ്ങോട്ട് കുറയുകയും ചെയ്തു. ഇത് ഏറ്റവും കുറയാനുള്ള കാരണം ഇവിടെ എന്തില്ല? ഹൈഡ്രജൻ ബോണ്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയയുടെ കേസിൽ ബേസിക് ഓർഡർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബേസിസിറ്റി സെക്കൻഡറി, അതിനേക്കാളും കുറവ് പ്രൈമറി, ഏറ്റവും കുറവ് ടെർഷറി. കാരണം അവിടെ നോക്കുന്നത് എന്ത് മാത്രമല്ല, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ +I എഫക്റ്റ് ബട്ട് ആൾസോ ഓൺ ദ സ്റ്റെറിക് എഫക്റ്റ് ആൻഡ് ഹൈഡ്രേഷൻ എഫക്റ്റ്. ഹൈഡ്രേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ സോൾവേഷൻ എഫക്റ്റ് എന്ന് പറയും. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ക്രൗഡിംഗ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് around nitrogen atom that hinders attack of proton on the amine molecule. The overcrowding of alkyl group increases from primary to tertiary amine. In aqueous solution, the protonated amine, അത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത്, protonated amine from secondary and primary amine are stabilized by solvation through hydrogen bond. അതായത് സെക്കൻഡറിയിലും പ്രൈമറിയിലും എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ സോൾവേഷൻ എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഡറിൽ എന്ത് വന്നത്? ഏറ്റവും കൂടുതൽ സെക്കൻഡറി, അതിനേക്കാളും കുറവ് പ്രൈമറി, ഏറ്റവും കുറവ് ടെർഷറി എന്നുള്ള ഓർഡർ നമുക്ക് കിട്ടിയത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അതായത് ഗ്യാസിയസ് ഫേസ് ആണെങ്കിൽ നമ്മൾ സോൾവേഷൻ എഫക്റ്റോ സ്റ്റെറിക് എഫക്റ്റോ ഒന്നും നോക്കണ്ട. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടിയാൽ ബേസിക് ക്യാരക്ടർ കൂടുതൽ. അപ്പോൾ ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഗ്രേറ്റർ ദാൻ പ്രൈമറി. അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ ചെറിയ വ്യത്യാസം വരും. ഏതാണ് വ്യത്യാസം? ഏറ്റവും കൂടുതൽ ബേസിസിറ്റി സെക്കൻഡറി, അതിനേക്കാളും കുറവ് പ്രൈമറി, അതിനേക്കാളും കുറവ് ഏറ്റവും കുറവ് ടെർഷറി. ഓക്കെ. ഇനി അതേപോലെ തന്നെ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീനും ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീനും ഉണ്ട്. നമ്മൾ അതിൻ്റെ ബേസിസിറ്റിയുടെ ഓർഡർ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ്റെയും ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ്റെയും ബേസിസിറ്റി ഓർഡർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കേസ് തന്നെയാണ്. അപ്പോൾ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണെങ്കിൽ എന്ത് ചെയ്യും? സെക്കൻഡറി അമീൻ ഗ്രേറ്റർ ദാൻ പ്രൈമറി, ഗ്രേറ്റർ ദാൻ ടെർഷറി. ഈഥൈലാണെങ്കിലും സെക്കൻഡറി, പ്രൈമറി, പിന്നെ അത് കഴിഞ്ഞാൽ അമോണിയക്കാണ് ബേസിസിറ്റി കുറവുള്ളത്. ഏറ്റവും കുറവ് ടെർഷറി ഈഥൈൽ അമീനായിട്ട് വരും. നമുക്ക് ആ രണ്ട് ഓർഡറും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോക്കാം. മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ്റെ കേസിൽ ബേസിസിറ്റിയുടെ ഓർഡർ CH3 twice NH, ഏറ്റവും കൂടുതൽ CH3 twice NH, ഗ്രേറ്റർ ദാൻ CH3 NH2, ഗ്രേറ്റർ ദാൻ CH3 thrice N, സെക്കൻഡറി, പ്രൈമറി, ടെർഷറി. As the size of alkyl group increases, steric effect becomes more evident. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുകയാണെങ്കിൽ സ്റ്റെറിക് എഫക്റ്റ് വല്ലാണ്ട് കൂടുതലാവും. ദർഫോർ ദ ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ ഈസ് ഇൻ ദ ഓർഡർ. ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ C2H5 twice NH,
ഗ്രേറ്റർ ദാൻ C2H5NH2 ഗ്രേറ്റർ ദാൻ അമോണിയ. അമോണിയേക്കാളും ബേസിസിറ്റി കുറവാണ് ആർക്ക്? ഈതേൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടെർഷറി അമീനിന്. അപ്പോൾ C2H5 ത്രൈസ് N. ഇതാണ് ആൽക്കൈൽ അമീനും അമോണിയയും തമ്മിലുള്ള ബേസിസിറ്റിയുടെ ഓർഡർ. ഇവിടുത്തെ കേസിൽ ഏറ്റവും ബേസിസിറ്റി കുറവാണ് അമോണിയ. ഇവിടെ ടെർഷറി ഈതൈൽ അമീനിനേക്കാളും ബേസിസിറ്റി കൂടുതലാണ് ആർക്ക്? അമോണിയക്ക് വരുന്നത്. ദെൻ അമീൻ്റെ ബേസിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അടുത്തത് അനിലിൻ ഈസ് വീക്കർ ബേസ് ദാൻ അമോണിയ ആൻഡ് ആലിഫാറ്റിക് അമീൻസ്. അനിലിൻ എന്നുള്ളത് അമോണിയയെക്കാളും ആലിഫാറ്റിക് അമീനിനേക്കാളും വീക്കർ ബേസ് ആണ്. എന്തുകൊണ്ട്? ശ്രദ്ധിക്കുക, അനിലിൻ നമുക്കറിയാം. അനിലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ റിങ്ങിൽ NH2 വരുമ്പോൾ അതായത് അറൈൽ അമീനെയാണ് നമ്മൾ അനിലിൻ എന്ന് വിളിക്കുക. നോക്കാം, ഇത് ഫിനൈൽ ഗ്രൂപ്പാണ് അല്ലേ? C6H5NH2 ആണ് ഫിനൈൽ ഗ്രൂപ്പ് എന്നുള്ളത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ആ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? ഈ നൈട്രജനിലുള്ള ലോൺ പെയറിനെ ഇതിങ്ങോട്ട് വിഡ്രോ ചെയ്യും, ഇതിങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. നൈട്രജൻ്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അപ്പോൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബേസിസിറ്റി വളരെ ചെറുതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള കേസുകളിൽ അവിടെ റെസൊണൻസ് അല്ലേ, ബോണ്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റെസൊണൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ ദ നൈട്രജൻ ആറ്റം ഈസ് ലെസ് അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ. വിട്ടുകൊടുക്കാൻ വേണ്ടി നൈട്രജനിലെ ലോൺ പെയർ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റി എന്ത് ചെയ്യും? കുറയും. പിന്നെ ഇത്തരം കേസുകളിൽ ബേസിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക വരുന്ന സബ്സ്റ്റിറ്റ്വൻറ്റുകളാണ്. ഇപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്, അതേപോലെ NH2 തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ വരും. അവരൊക്കെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അവർ വന്നാൽ സ്വാഭാവികമായിട്ടും ആ അനിലിൻ്റെ കേസിൽ ബേസിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേസമയം NO2 പോലെയുള്ള ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ, അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടെ ബേസിസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളായ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇത് അനിലിൻ, ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പായ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് വിചാരിക്കാം. അവ സ്വാഭാവികമായിട്ടും ഇതിനെ പാരാടൊലുഡിൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്, പാരാടൊലുഡിൻ. ഇത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ അനിലിൻ്റെ കേസിൽ ബേസിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേസമയം നമ്മളെ അനിലിലേക്ക് വരുന്നത് NO2 ഗ്രൂപ്പ് പോലെയുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് വിചാരിക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടുത്തെ ബേസിസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ശ്രദ്ധിക്കേണ്ടത്, അനിലിൻ അമോണിയയെക്കാളും അലിഫാറ്റിക് അമീൻസിനേക്കാളും ബേസിസിറ്റി കുറവാണ്. ആ ഉള്ള അനിലിൽ എന്ത് ചെയ്യാം? ബേസിസിറ്റിയിൽ വ്യത്യാസം വരുത്താൻ ഈ സബ്സ്റ്റിറ്റ്വൻറ്റുകൾക്ക് കഴിയും. ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ബേസിസിറ്റി കൂടും. നൈട്രോ ഗ്രൂപ്പ്, അതേപോലെ തന്നെ ഹാലജനുകൾ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് പോലെയുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടെ ബേസിസിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, കെമിക്കൽ റിയാക്ഷനിൽ ബേസിക് ക്യാരക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ആക്ഷൻ വിത്ത് വാട്ടർ. അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? നോക്ക്, അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. സപ്പോസ് നമുക്കൊരു അമീൻ എടുക്കാം, C2H5NH2. ദാറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ H2O. എന്താ കിട്ടുക? C2H5. H2O എന്നുള്ളത് നമുക്കറിയാം H+ഉം OH- ആയിട്ട് മാറും. ഈ H+ ഇതിൻ്റെ കൂടെ വന്നിട്ട് NH3+, പിന്നെ ആരുണ്ടാവും? OH-. C2H5 NH3+, OH-. ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡാണ് ഫോം ചെയ്യുക.
അപ്പം ഇനി ഇപ്പം നമ്മളൊരു പ്രൈമറി അമീനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കി. ഇനിയൊരു സെക്കൻഡറി അമീനെ നമ്മൾ എടുത്ത് നോക്കാം. സെക്കൻഡറി അമീനെ നമ്മൾ എന്ത് ചെയ്യുക, വാട്ടറുമായിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ C2H5 twice NH വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, C2H5 twice അല്ലേ, ഇതിൽ എച്ചും കൂടെ ഇതിൻ്റെ ഒപ്പം വരില്ലേ, ഇത് OH മൈനസ് ആയിട്ട് മാറും. അപ്പോൾ NH2 പ്ലസ് C2H5 twice NH2 പ്ലസ് OH മൈനസ് ഡൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഡൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ടെർഷറി അമീൻ ആണെങ്കിലോ ട്രൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം എങ്ങനെ വരിക, C2H5 thrice N plus H2O gives അല്ല, ഇവിടെ ഒരു OH മൈനസ് ഉണ്ടാവും, ബാക്കി H പ്ലസ് ഇതിൻ്റെ കൂടെ വരും. ആ C2H5 thrice NH പ്ലസ് OH മൈനസ് ട്രൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക, ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. ആക്ഷൻ വിത്ത് ആസിഡ്, ആസിഡുമായിട്ട് അമീനെ റിയാക്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം അമീൻ എന്നുള്ളത് എന്താണ്, ബേസ് ആണ്. അപ്പോൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ട് കിട്ടണം. ആക്ഷൻ വിത്ത് ആസിഡ്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ C2H5 NH2 ഒരു പ്രൈമറി അമീൻ പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. നമുക്ക് എന്താ കിട്ടുന്നത്, C2H5 HCl ഡിസോസിയേറ്റ് ചെയ്താൽ H പ്ലസും Cl മൈനസും ഉണ്ടാവും. ആ H പ്ലസ് ഇതിനോട് കൂടെ വരും, അങ്ങനെ NH2 പ്ലസ് Cl മൈനസ് C2H5 NH2 പ്ലസ് Cl മൈനസ്, സോറി ഹിയർ NH2 one hydrogen, so here C2H5 NH3 പ്ലസ് Cl മൈനസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈഥൈൽ അമീൻ ക്ലോറൈഡ്, ഈഥൈൽ അമീൻ ഹൈഡ്രോക്ലോറൈഡ്, ഈഥൈൽ അമീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നുള്ള ഒരു പ്രോഡക്റ്റാണ് കിട്ടുക. അതുപോലെ തന്നെ സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻ ആൾസോ ഫോം സാൾട്ട് വിത്ത് ആസിഡ്. പ്രൈമറി അമീന് നമ്മളൊരു സാൾട്ട് ഉണ്ടാക്കി, ഇതേപോലെ സെക്കൻഡറി അമീനും ടെർഷറി അമീനും ഒക്കെ എന്ത് ചെയ്യും, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ട് ഫോം ചെയ്യും. ദീസ് സാൾട്ട്സ് ആർ ജനറലി വാട്ടർ സോലുബിൾ. ആ സാൾട്ടുകളൊക്കെ വാട്ടറിൽ എന്താണ്, സോലുബിൾ ആണ്. നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാനുള്ളത്, നമുക്ക് നോക്കാം ആൽക്കൈലേഷൻ എന്നുള്ള റിയാക്ഷൻ നോക്കാം. ആൽക്കൈലേഷൻ, നെക്സ്റ്റ് വൺ ഈസ് ആൽക്കൈലേഷൻ. ആൽക്കൈലേഷൻ നമുക്ക്, ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓർ റിയാക്ഷൻ in which alkyl group is introduced in a given compound. ഒരു കോമ്പൗണ്ടിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആൽക്കൈലേഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൈമറി അമീൻ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സെക്കൻഡറി അമീൻ ഉണ്ടാവും അല്ലേ. നമ്മൾ അമീൻ്റെ പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി അമീൻ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്ത് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്തു, പ്രൈമറി അമീൻ കിട്ടി. പിന്നെ പ്രൈമറി അമീനിന് ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തു, സെക്കൻഡറി അമീൻ കിട്ടി. സെക്കൻഡറി അമീനിന് ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തു, ടെർഷറി അമീൻ കിട്ടി. അതിന് വീണ്ടും ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തു, ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ആൽക്കൈൽ ഗ്രൂപ്പിനെ ഒരു കോമ്പൗണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
അപ്പോൾ പ്രൈമറി സെക്കൻഡറി ആവും, സെക്കൻഡറി ടേർഷ്യറി ആവും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആൽക്കൈലേഷൻ എന്ന് വിളിക്കുക. ദെൻ നമുക്ക് അടുത്തത് അസറ്റൈലേഷൻ എങ്ങനെ നോക്കാം. അസറ്റൈലേഷൻ ശ്രദ്ധിക്കേണ്ടത്, അസറ്റൈലേഷൻ അമീനെ നമുക്ക് അസറ്റൈലേഷൻ നടത്താം. ഏത് വെച്ചിട്ട്? ബൈ അസറ്റൈൽ ക്ലോറൈഡ് ഓർ അസറ്റിക് അൺഹൈഡ്രേറ്റ്. അസറ്റൈലേഷൻ നടത്താനേ അസറ്റൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അസറ്റൈൽ ക്ലോറൈഡ് ഓർ അസറ്റിക് അൺഹൈഡ്രേറ്റ്. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അസറ്റൈൽ ഡെറിവേറ്റീവ്സ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അമീനിലേക്ക് നമ്മൾ അസറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസറ്റൈൽ ഡെറിവേറ്റീവ്സ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ പ്രൈമറി അമീനാണെങ്കിൽ നമുക്കവിടെ ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് കിട്ടും. സെക്കൻഡറി അമീനാണെങ്കിൽ മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ് കിട്ടും. ടെർഷറി അമീനാണെങ്കിൽ അവിടെ നോ റിയാക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് പ്രൈമറി അമീൻ എന്ത് ചെയ്യും? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് വരും. സെക്കൻഡറി അമീൻ മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ടെർഷറി അമീൻ അതിൽ എന്തില്ല? എൻ എന്ന് മാത്രമല്ലേ ഉള്ളൂ. അവിടെ റീപ്ലേസബിൾ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ അസറ്റൈലേഷൻ. നമുക്കത് എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളൊരു പ്രൈമറി അമീൻ കൺസിഡർ ചെയ്യാണ്. CH3NH2. ഞാൻ ആ NH2 എങ്ങനെ എഴുതി? CH3NH2 അങ്ങനെ എഴുതി കൂടെ. എന്നിട്ട് നമ്മൾ ഈ പ്രൈമറി അമീൻ റിയാക്ട് ചെയ്യുന്നത് ആരായിട്ടാണ്? അസറ്റിക് അൺഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ടാണ്. അപ്പോൾ അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH3COCl. അസറ്റൈൽ ക്ലോറൈഡ് ഏതാണ്? CH3COCl. അങ്ങനെ റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നാൽ ഇതിലത്തെ എച്ചും ഈ CLഉം കൂടെ എന്താവും? HCl ആവും. HClഉം കൂടെ എന്താവും? HCl. ബാക്കി ആരാണ് അവിടെ ഉണ്ടാവുക? CH3NHCOCH3. CH3NHCOCH3. ഇതൊരു മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ് ആണ്. ഒരു COCH3 ആണുള്ളത്. അപ്പോൾ അത് മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ഈ മോണോ അസറ്റൈൽ ഡെറിവേറ്റീവിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്യാം. അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH3COClഉമായിട്ട് വീണ്ടും റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ അവിടുന്ന് ആ റിയാക്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. CH3COCl മോണോ അസറ്റൈൽ ഡെറിവേറ്റീവുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുക. അതിനെ വീണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ CLഉം ഇതിലത്തെ എച്ചും കൂടെ എന്തുണ്ടാവും? HCl പോവും. CLഉം ഇവിടുത്തെ എച്ചും കൂടെ HCl പോവും. പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? CH3N. പിന്നെ ഇവിടെ COCH3, ഇവിടെയും COCH3. അപ്പം നമുക്ക് COCH3 ട്വൈസ് എന്ന് എഴുതാം. COCH3 രണ്ട് പ്രാവശ്യം വന്നാൽ അതിനെന്ത് പറയാം? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ്. അപ്പോൾ CH3N COCH3 ട്വൈസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൈമറി അമീനിനെ അസറ്റൈലേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് പ്രൈമറി അമീൻ CH3NH2. അസറ്റൈലേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തു CH3COCl. അപ്പോൾ ഇതിലത്തെ എച്ചും CLഉം കൂടെ HCl പോയി. ബാക്കി CH3NHCOCH3. ഒരു COCH3 ഉള്ളതിൻ്റെ പേര് മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ H ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു CH3COCl ആയിട്ട് റിയാക്ട് ചെയ്തു. ആ CLഉം ഇതിലത്തെ എച്ചും കൂടെ HCl പോയി. ബാക്കി ആരുള്ളത്? CH3N COCH3 ഇവിടെയുണ്ട്, COCH3 ഇവിടെയുണ്ട്.
അത് CH3N COCH3 ട്വൈസ്. അപ്പം നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് സെക്കൻഡറി അമീനെയാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നതെന്ന് വിചാരിക്കാം. സെക്കൻഡറി അമീനെ നമ്മൾ അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ടൊന്ന് റിയാക്ഷൻ നടത്തി നോക്കാം. നമുക്ക് സെക്കൻഡറി അമീൻ, അതായത് CH3 ട്വൈസ് NH നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്. ആരട്ട അസറ്റൈൽ ക്ലോറൈഡ് CH3COCl. ഈ Hഉം Clഉം കൂടെ എന്താവും? HCl. Hഉം Clഉം കൂടെ HCl. പിന്നെ എന്താ പ്രോഡക്റ്റ്? CH3 ട്വൈസ് NCOCH3. COCH3. ഒരു COCH3 ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ഒരു COCH3 മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ഇനി വീണ്ടും ഒരു അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ എന്തില്ല? ഈ നൈട്രജനിൽ ഇനി ആരില്ല? ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് വീണ്ടും ഒരു അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ട് നമ്മൾ പ്രൈമറിയിൽ ചെയ്ത പോലെ റിയാക്ഷൻ നടത്താൻ കഴിയില്ല. അപ്പോൾ സെക്കൻഡറി അമീൻ അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ് മാത്രം പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ടെർഷറി അമീൻ നോക്കാം. CH3 ത്രൈസ് N പ്ലസ് CH3COCl. Clുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മളിതൊക്കെ ചെയ്തത് ആലിഫാറ്റിക് അമീൻ്റെ കേസിലാണ്. ഇനി നമുക്ക് ഒരു ആരോമാറ്റിക് അമീനായിട്ടുള്ള നമ്മളെ ഏതെടുക്കാം? ആരോമാറ്റിക് അമീനായിട്ടുള്ള നമ്മൾ അനിലിൻ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാം. അനിലിൻ എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക നോക്കാം. നമുക്ക് ആരോമാറ്റിക് അമീനായിട്ടുള്ള അനിലിൻ, അനിലിനെടുത്തു. അനിലിന് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത് ബെൻസോയിൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് ആഡ് ചെയ്യണതിൻ്റെ പേര് ബെൻസോയിലേഷൻ എന്നാണ് വിളിക്കുക. അഡീഷൻ ഓഫ് ബെൻസോയിൽ ക്ലോറൈഡ് ഈസ് കോൾഡ് ബെൻസോയിലേഷൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ C6H5COCl. C6H5COCl. ഓക്കെ. റിയാക്ഷൻ നടന്നാൽ എന്താ കിട്ടുക? അല്ല, NH2 നമുക്ക് ഇങ്ങനെ എഴുതാം. റിയാക്ഷൻ നടന്നാൽ HCl, ബാക്കിയുള്ള ഈ ഒരു കോമ്പൗണ്ട് ഫുള്ളായിട്ടുണ്ടാവും. ബാക്കിയുള്ള പ്രോഡക്റ്റ് കാരണം അപ്പോൾ ഏതാണ്ടാവാം? NHCO C6H5. ബെൻസീൻ റിങ്ങിന് കൂടെ NHCO C6H5. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ അനിലീനെ നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു. ബെൻസോയിൽ ക്ലോറൈഡ് ആഡ് ചെയ്യണതിൻ്റെ പേര് ബെൻസോയിലേഷൻ എന്നാണ്. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ നടന്ന് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി. ഈ ടോട്ടൽ റിയാക്ഷനെ പറഞ്ഞ പേര് ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഈ റിയാക്ഷൻ്റെ പേരെന്താണ്? ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ. ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ. ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ. അപ്പോൾ ഇതാണ് അസറ്റൈലേഷൻ എന്നുള്ള കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പറയാനുള്ളത് ഇവിടെ.